إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون أوصيكم وإياي بتقوى الله ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസികൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ നിയമാവലികൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ അല്ലാഹു അനേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും. ആ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇനി വരാനിരിക്കുന്ന അവസ്ഥകളെ പറ്റിയും നമുക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പ്രസന്റായി നമ്മൾ ജീവിക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ടുന്ന ഹുക്മുകളും നിയമങ്ങളും പാലിക്കേണ്ടുന്ന മര്യാദകളും അദബുകളും എല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അത് ഖണ്ഡിതമായ ഒരു തീരുമാനമാണ്, ഒരു ഭരണ ഘടനയാണ്, അതൊരു തമാശയല്ല. ആ ഹുദ എന്നാണ് അതിനെ വിശദീകരിച്ചത്. ഹുദ എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള മാർഗ്ഗദർശനം. ഹുദ എന്ന വാക്കിന്റെ അർത്ഥം മാർഗ്ഗദർശനം, ഗൈഡൻസ് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാവുന്നതാണ്. ഹുദ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്, ഗൈഡൻസ്. ഒരു ടൂർ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആളിന് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് ആയിട്ട് ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും അവൻ ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കുന്നുണ്ട്. കൃത്യമായി അവൻ എത്തിച്ചെല്ലേണ്ടുന്ന സ്ഥാനങ്ങളെ, ലക്ഷ്യങ്ങളെ കൃത്യമായി അവന്
കിട്ടുവാൻ വേണ്ടി അവരത് ഗൈഡൻസ് ആയി സ്വീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ യാത്രക്കാരാണ്, ഭൂമിയിലേക്ക് വന്ന ഒരു യാത്രക്കാർ. നമ്മുടെ ലക്ഷ്യം നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടേക്ക് എത്തുവാനുള്ള സകല ഗൈഡൻസും നമുക്കുണ്ട്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മേഖലകളിൽ എത്തിപ്പെടുന്നവരാണ്. മനുഷ്യർ അവൻ വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടവനാണ്. അവൻ വ്യത്യസ്തമായ മേഖലയിൽ എത്തിപ്പെടുമ്പോൾ, വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ അവൻ പാലിക്കേണ്ടുന്ന മര്യാദകളും ചിട്ടകളും നിയമങ്ങളും എല്ലാം തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് കൃത്യമായും വ്യക്തമായും തന്നു. ആ വ്യക്തമായി തന്ന ഹുദയെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കണം, നമ്മുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഹാദാ കിതാബുൻ, ഈ ഗ്രന്ഥം, ഇതാകുന്ന ഗ്രന്ഥം, അൻസൽനാഹു മുബാറക്, ഇത് നാം അനുഗ്രഹീതമായിട്ടാണ് നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ളത്. എന്തിനാണ്? ഫത്തബിഉ, അനുഗ്രഹമായിട്ട് ഇറക്കിയ ഗ്രന്ഥം അത് നല്ല ഭദ്രമായി പട്ടും തുണിയിൽ കെട്ടി തട്ടിൻ പുറത്ത് വെച്ച് ബർക്കത്തെടുക്കുക എന്ന ലക്ഷ്യമൊന്നുമല്ല. അങ്ങനെ ഒരു ബർക്കത്തായി ഇറക്കിയതാണ്, അനുഗ്രഹമായിട്ട് ഇറക്കിയതാണ്. അതിന്റെ അനുഗ്രഹങ്ങൾ വേറെ വേറെ രീതിയിൽ, ചില ആളുകൾ വെള്ളത്തിൽ ഊതി അങ്ങനെ അനുഗ്രഹം എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെ പിന്നെ ഒരു നല്ല ബഹുമാനിച്ച് ഉന്നതമായ സ്ഥാനത്ത് വെച്ച് അങ്ങനെ ബഹുമാനിച്ച് ബർക്കത്തെടുക്കുന്ന അങ്ങനെ ഒരു ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടല്ല അല്ലാഹു തആല ഈ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ നമുക്ക് ഇറക്കി തന്നത്. എന്തിനാണ്? ഫത്തബിഉ, അതിനെ ഫോളോ ചെയ്യാൻ, അത് നിങ്ങൾ അനുസരിക്കണം, ഫോളോ ചെയ്യണം. വത്തഖൂ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാവുക. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയേക്കാം, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. അതാണ് അല്ലാഹു തആല, അല്ലാഹുവിന്റെ പ്രകാശമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഉത്ബോധനമായ ഖുർആൻ, സിറാത്തുൽ മുസ്തഖീം, യഥാർത്ഥ മുസ്തഖീമായ പാതയിലേക്ക് വഴികാട്ടുന്ന വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആൻ നമ്മളോടൊപ്പമുണ്ട്. ആ ഖുർആൻ നമുക്ക് വഴികാട്ടിയായിട്ടുണ്ടോ, നമുക്ക് ഗൈഡൻസ് ആയിട്ടുണ്ടോ, നമുക്ക് അതിൽ ഹുദ കിട്ടിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായി അതിനെ പഠിക്കുകയും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കുകയും അതൊരു അത്ഭുത ഗ്രന്ഥമായിട്ട് നമുക്ക് കാണുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലാഹു തആല പറഞ്ഞു, ബൽ ഹുവ ആയാത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. ബൽ ഹുവ, ആ ഗ്രന്ഥമുണ്ടല്ലോ, അത് ആയാത്തുൻ ബയ്യിനാത്തുൻ, അത് വ്യക്തമായ ദൃഷ്ടാന്തമാണ്, തെളിവുകളാണ്. ആർക്ക്? ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, കൃത്യമായി ഇൽമുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള ആളുകൾക്ക്, അതിനെ പഠിക്കാൻ തയ്യാറായ ആളുകൾക്ക്. പഠിക്കാത്തവരൊന്നും കിട്ടൂല, അവന്റെ മനസ്സിൽ ഒരു ആയത്തും അതിന് കിട്ടൂല. കൃത്യം അതിന്റെ അത്ഭുതമായ ഗ്രന്ഥമായി നമുക്ക് തോന്നണമെങ്കിൽ, അതിന്റെ അത്ഭുതം മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. അതാണ് ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം, ഇൽമുള്ള ആളുകളുടെ ഹൃദയത്തിൽ, അവന്റെ ഹൃദയത്തിൽ, സദറിൽ അത് ആയാത്തും ബയ്യിന, വ്യക്തമായ ആയത്തുകളായിട്ട് നിലകൊള്ളുമെന്നുള്ളതാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, അത് ജിന്നുകൾ പോലും ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? വഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അവർ പരസ്പരം സംസാരിക്കാൻ, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താ കേട്ടത്? ഖുർആനൻ അജബ, ഒരു അത്ഭുതകരമായ ഖുർആൻ, പാരായണം ചെയ്യപ്പെടുന്ന ഒരു അത്ഭുതമായ ഒരു ഗ്രന്ഥം, ഞങ്ങൾ അതിന്റെ പാരായണം ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞതായിട്ട് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അത്ഭുതമാണ് വിശുദ്ധ ഖുർആൻ. 14 നൂറ്റാണ്ട് മുമ്പ് ഇറങ്ങിയ ആ വിശുദ്ധ ഖുർആൻ, അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റങ്ങൾ വരാതെ അത് അതേ രീതിയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അങ്ങനെയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനെ പറ്റി ഓർമ്മപ്പെടുത്തിയത്. ഈ വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത്, ഇതിനെ ഒരൽപ്പം പോലും പോലെ നിൽക്കാതെ, മാറ്റം വരാതെ ഇതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അത് നാം സംരക്ഷിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്, അത് സംരക്ഷിച്ചിട്ടുമുണ്ട്. അതിനെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ അത്ഭുതം എന്നുള്ളത്. മറ്റൊരു അത്ഭുതം,
അതിന്റെ ഭാഷാ ശൈലിയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇത് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഇന്നാ അൻസൽനാ, ഈ വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? അറബിയൻ. ഖുർആനൻ അറബിയൻ, അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമായിട്ടാണ്. അറബിയിലാണ് ഇത് പാരായണം ചെയ്യപ്പെടേണ്ടത്. എന്തിനാ? ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾക്ക് ആലോചിക്കാൻ. വിശുദ്ധ ഖുർആന്റെ ഭാഷ അതൊരു പ്രത്യേകതയാണ്. അറബി ഭാഷയിലാണ്. പലപ്പോഴും മറ്റൊരു ഭാഷയായിരുന്നുവെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ ഇത്രയും മനോഹരതയിൽ, ഇത്രയും അത്ഭുതകരമായി നമ്മുടെ കയ്യിൽ നിലകൊള്ളുമായിരുന്നില്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ അറബി ഭാഷ എന്നുള്ളത്. അതൊരു പ്രത്യേകത. 3000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഭാഷയാണ് അറബി ഭാഷ. പഴയ കാലത്ത് 12,000-ഓളം ഭാഷകൾ ഉണ്ടായിരുന്നു ഭാഷാ പണ്ഡിതന്മാർ പറയപ്പെടുന്നുണ്ട്. അതിലും 7000 ഭാഷകൾ പ്രസിദ്ധമായിരുന്നു. അതിലൊക്കെ ഇന്ന് ഏകദേശം ഒരു 600-ഓളം ഭാഷകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അതിലും കുറെ ഭാഷകളൊക്കെ ഐസിയിലാണ്. അതൊരു അപകടമായ അവസ്ഥയിലാണ്. അത്രത്തോളം ഭാഷകളുടെ അധപതനങ്ങൾ. നോക്കൂ നിങ്ങൾ, ഒരൽപ്പം മുമ്പ് 1400 വർഷങ്ങൾ വേണ്ട, ഒരു 200 വർഷങ്ങൾ പിന്നിലുള്ള ഒരു കന്നഡ ഭാഷയിലുള്ള പഴയ ഒരു ഗ്രന്ഥമെടുത്ത് വായിച്ചാൽ, പഴയ ഒരു പുസ്തകമെടുത്ത് വായിച്ചാൽ പലപ്പോഴും അതിന്റെ പല വാക്കുകളും പല പ്രയോഗങ്ങളും എന്തിന്റെ ആധുനികമായ കന്നഡയിലേക്ക് യോജിച്ച് മനസ്സിലാക്കാൻ പോലും പ്രയാസം ഉണ്ടാവും. ഒരു നിഘണ്ടു ഇല്ലാതെ, ഒരു ഡിക്ഷണറി ഇല്ലാതെ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന പ്രയാസത്തിലായിരിക്കും. ഒരു 300-400 വർഷം പഴക്കമുള്ള നമ്മുടെ ആധാരങ്ങൾ, പട്ടകൾ, അതിലേക്ക് എഴുതിയ ആ എഴുത്തൊന്ന് വായിക്കുമ്പോൾ ഒരക്ഷരവും തിരിഞ്ഞില്ല, കന്നഡത്തിലാണ്. അത് ലിപി പോലും വ്യത്യാസങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ വ്യത്യാസങ്ങൾ. എന്നാൽ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിന്റെ അതേ രീതിയിൽ ഇന്നും കൃത്യമായി അതേ മനോഹരിതമായി പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. അതേ രീതിയിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത ആധുനികമായ അറബിയോട്, മോഡേൺ അറബിയോട് പോലും അതിനോട് യോജിച്ചിരിക്കുന്ന രീതിയിലാണ് അതിന്റെ ഭാഷാ ശൈലികളെല്ലാം. ഇംഗ്ലീഷ് എടുത്തു നോക്കിയാൽ തന്നെ അത് വളരെ പഴക്കം കുറവുള്ള ഭാഷയാണ്. മാത്രമല്ല, പഴയ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പോഴത്തെ ആധുനികമായ ഇംഗ്ലീഷിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസകരമായിരിക്കും. അതാണ് മറ്റുള്ള ഭാഷകളൊക്കെ പഴുതും അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോയി, ഭാഷയുടെ ഘടനകൾ നഷ്ടപ്പെട്ടു പോയി. ഉള്ള ഭാഷകൾ അതാണെങ്കിലും അറബിയുടെ എത്ര മഹാത്മ്യമുള്ള, അതിന്റെ മനോഹരതയുള്ള ഭാഷ അറബി ആയതുകൊണ്ട് അല്ലാഹു പറഞ്ഞ അറബി ഭാഷയിലാണ് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ, ആലോചിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ. അതാണ് സഹോദരങ്ങളെ ഇതിന്റെ അത്ഭുതം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഖുർആനിൽ 1236 ആയത്തുകളാണുള്ളത്. ഞാൻ പറഞ്ഞു 1236 ആയത്തുകളും അത്രയും, അതും ഓരോന്നും അത്ഭുതമാണ്. ഓരോന്നും അത്ഭുതമായിട്ടാണ്. കാരണം അതിന്റെ ശൈലിയിൽ അത്ഭുതമുണ്ട്, അതിന്റെ പ്രയോഗത്തിൽ അത്ഭുതമുണ്ട്. അത് ഒരിക്കലും അതിന്റെ ആവർത്തനങ്ങൾ, ആയത്തുകളൊക്കെ ആവർത്തനങ്ങളുണ്ട്. അതൊരിക്കലും ആവർത്തന വിരസത തോന്നാറില്ല, ഒരു മടുപ്പ് തോന്നാറില്ല. സൂറത്തുർ റഹ്മാനിലൊക്കെ 30 പ്രാവശ്യം പറഞ്ഞിട്ടും അത് പാരായണം ചെയ്യുമ്പോൾ ആർക്കും മടുപ്പ് തോന്നിയിട്ടില്ല. അത് മടുപ്പ് തോന്നുന്നില്ല. ഫാത്തിഹ സൂറത്ത് നമ്മൾ നിർബന്ധമായിട്ടും അല്ലാതെയും ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതിന്റെ മനോഹരതയിൽ, അതിന്റെ ആസ്വാദനത്തിൽ, വീണ്ടും കേൾക്കുമ്പോൾ ആസ്വാദനമേ ഉള്ളൂ, അധികമാകുന്നതേ ഉള്ളൂ. ഒരിക്കലും കുറയാത്ത രീതിയിലാണ് അതിന്റെ അത്ഭുതകരമായ ആ രീതി ബാക്കിയായിട്ടുള്ളത്. നിങ്ങൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേട്ട വലീദ് ഇബ്നു മുഗീറ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ആളാണ്, വലിയ സാഹിത്യകാരനാണ്, ശത്രുവായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുവാണ്. അദ്ദേഹം അത് കേട്ടപ്പോ അദ്ദേഹം അതിനെ വിമർശിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞത്? സമീഅത്തു മുഹമ്മദ് കലാം, മുഹമ്മദ് എന്തോ ഞാൻ കേട്ടു, അത് ഇതുവരെ ഇവിടെ നിന്നും കേൾക്കാത്ത മനോഹരമായ ചില വാക്കുകളായിരുന്നു, ചില സംസാരങ്ങളായിരുന്നു. ഇന്നലഹു ലഹലാവത്തുൻ, എന്തോ ഒരു മാധുര്യമുണ്ട്, എന്തോ ഒരു ടേസ്റ്റ് ആണ്. കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു മാസ്മരികമായ രീതിയിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. ഇന്നഹു യഅലു വലാ യഅല അലൈഹി, അതാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്, അതാണ് ഏറ്റവും ഉന്നതിയിൽ. അതിനേക്കാളും ഉന്നതിയിലേക്ക് എത്തുന്ന മറ്റൊന്നും ഉണ്ടാവുകയില്ല. ആരാ പറയുന്നത്? ശത്രുവാണ്. ശത്രുക്കൾ പോലും അതിന്റെ അത്ഭുതത്തെ സമ്മതിച്ചിട്ടുണ്ട്, അതിന്റെ മനോഹരതയെ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിന്റെ കാര്യങ്ങളുണ്ട്. ആ വെല്ലുവിളിച്ചിന്റെ കാര്യങ്ങളെ ഒരിക്കലും അതിന് വെല്ലുവിളിയായിട്ട് ബാക്കിയായതല്ലാതെ
ആർക്കും സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. വിശുദ്ധ ഖുർആനെ പറ്റി ഇത് മുഹമ്മദിന്റെ വാക്കാണ്, സാഹിറായ അല്ലെങ്കിൽ വെറും മുഹമ്മദിന്റെ വാക്ക് മാത്രമാണ് എന്നൊക്കെ സിഹിർവാദത്തൊക്കെ പറയുന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കളവാണ്, കള്ളം പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വയം നിർമ്മിതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പോ അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾക്കൊരു പിന്നെ സംശയമാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഇതുപോലെ ഒരു സൂറത്ത് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഒരു സൂറത്തോ ഒരു ആയത്തോ നിങ്ങൾ കൊണ്ടുവരിക. അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ആരൊക്കെയുണ്ടോ അവരൊക്കെ നിങ്ങൾ വിളിച്ചുകൊള്ളുക, അതിന് സാക്ഷികളായിട്ട്, നിങ്ങൾക്ക് സഹായികളായിട്ട്. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. പക്ഷേ അന്ന് വരുന്നവരെ ആർക്കും വിശുദ്ധ ഖുർആനോട് മൽപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനോട് സമാനമായ ഒരു ഗ്രന്ഥമോ ഒരു ആയത്തോ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ വിശുദ്ധ ഖുർആൻ അത് അത്ഭുതമാണ്, അതിന്റെ വെല്ലുവിളി അങ്ങനെ തന്നെ ബാക്കിയാകുന്നു എന്നുള്ളതാണ്. യാ മഅശറൽ ജിന്ന വൽ ഇൻസ് മൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദു ലാ തൻഫുദു ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ് ആരോടാ? മനുഷ്യരെ. യാ മഅശറൽ ജിന്ന വൽ ഇൻസ്, പിന്നെ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സമൂഹമേ, ഒരു സമൂഹത്തോട് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. അതിൽ ആകാശങ്ങളുടെ ഭൂമിയുടെ അതിന്റെ ഭേദികൾ കടന്നുകൊണ്ട്, അതിന്റെ മേഖലകൾ കടന്നുകൊണ്ട് പുറത്തു പോകാൻ, കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. അല്ലാഹുവിന്റെ അധികാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരാൾക്കും സാധ്യമല്ല അതിന്റെ അതിര് കടന്നു പോകാൻ. ഒരിക്കലും സാധിച്ചിട്ടില്ല. ഭൂമി 1000 കിലോമീറ്ററുകളോളം എണ്ണാവുന്ന കിലോമീറ്ററുകളോളം ഒന്ന് ഉള്ളിലേക്ക് ഒഴിക്കാൻ പറ്റിയെന്നല്ലാതെ ഭൂമിയുടെ അതിന്റെ അതിര് കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ആകാശങ്ങൾ ഒന്നാമത്തെ ആകാശത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതിൽ 7 ആകാശങ്ങളുണ്ട്. ആകാശങ്ങളുടെ അതിര് കടന്നുകൊണ്ട് പോകാൻ മനുഷ്യർക്കോ ജിന്നുകൾക്കോ കഴിയില്ലെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അങ്ങനെ സാധിക്കുമെങ്കിൽ ചെയ്യുക. എന്നിട്ട് അല്ലാഹു തന്നെ പറഞ്ഞു, അത് ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അല്ലാഹുവിന്റെ അധികാരം അല്ലാഹു അധികാരപ്പെടുത്തിയെങ്കിലല്ലാതെ ഒരാൾക്കും സാധിക്കുകയില്ല. അധികാരപ്പെടുത്തിയപ്പോൾ പ്രവാചകന് സാധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതമായ ആ മിഅ്റാജിലൂടെ 7ാമത്തെ ആകാശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അല്ലാഹു തആല അനുമതി കൊടുത്തപ്പോൾ അതിന് സാധിക്കില്ല. അതൊക്കെ അല്ലാഹുവിന്റെ വെല്ലുവിളിയായിട്ട് ബാക്കി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. എന്താണ് ഖുർആന്റെ അത്ഭുതം? ആ അത്ഭുതമായ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിട്ട് അത് പഠിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ഉസീക്കും സാനിയം തഖ്വല്ലാ. സഹോദരൻ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളൊക്കെ, ചില ആയത്തുകളൊക്കെ, ചില ദൃഷ്ടാന്തങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, സനുരീഹിം ആയാതിന ഫിൽ ആഫാഖ് വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു തആല പറയുന്നു, അവലം തകിഫ് ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സനുരീഹിം ആയാതിന, നമ്മുടെ ആയത്തുകളെ നാം അവർക്ക് വഴിയെ ശേഷം കാണിച്ചു കൊടുക്കും, വഴിയെ കാണിച്ചു കൊടുക്കും. അവിടെ ഫിൽ ആഫാഖ്, ചക്രവാളത്തിൽ, ഫിൽ അൻഫുസിഹിം, അവരുടെ നഫ്സിലും, ഹത്താ യതബയ്യന ലഹുൽ ഹഖ് അന്നഹുൽ ഹഖ്, സത്യമാണ്, വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അറിയാൻ. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയമില്ലാതെ കേട്ട് വിശ്വസിച്ചതല്ലാതെ അവർക്കത് സംശയമില്ലാതെ പിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് കണ്ടുപിടിച്ചത്. ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യന്റെ ഒരു വാക്ക് പോലും അത്
കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവൻ ഉച്ചരിക്കുന്നില്ല. കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അത് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇന്ന് നമ്മുടെ ഏത് വാക്കുകളാണ് രേഖപ്പെടുത്താത്തത്? ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശബ്ദങ്ങൾ, നമ്മുടെ വിഷ്വലായ കാര്യങ്ങൾ ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ പരലോകത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അങ്ങനെ തന്നെ കാണിക്കും. കൃത്യമായി അവൻ കാണും. ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അവൻ ഒരു അണുമണിക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ കാണും. കൃത്യമായി കാണുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും കാണുക എന്നതൊരു സംശയമില്ലാതെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാം വിഷ്വലായി എന്ത് കാര്യങ്ങളും എപ്പോഴത്തെ കാര്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ചിപ്പുകളിലും ചെറിയ മെമ്മറികളിലും അത് പിന്നെ സൂക്ഷിക്കാൻ മാത്രം പുരോഗതിയിലേക്ക് എത്തി നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എത്രയും ഉഷാറായി നമ്മുടെ വിജ്ഞാന ലോകം. അപ്പൊ ഇന്നത്തെ കാലത്ത് വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ വീണ്ടും അതിന്റെ അത്ഭുതങ്ങൾ ബാക്കിയാവുകയാണ്. ഒരിക്കലും അതിന്റെ അത്ഭുതങ്ങൾ ഉറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ വാഹനങ്ങളെ പറ്റി പറഞ്ഞു. എന്താ വാഹനങ്ങൾ? നിങ്ങൾക്ക് കുതിരകൾ, അതുപോലെ ഗോവർ കഴുതകൾ, നിങ്ങൾക്ക് അതുപോലെ കഴുതകൾ, ഇതൊക്കെ വാഹനമായിട്ടാണ് നിങ്ങൾക്ക് ഇറക്കിയത്. എന്തിനാണ്? നിങ്ങൾ യാത്ര ചെയ്യാൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. എന്നിട്ട് പറഞ്ഞു അതിനപ്പുറമുള്ള ഭംഗിയുള്ള അലങ്കാരമുള്ള വാഹനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ അറിയാത്തത് അല്ലാഹു സൃഷ്ടിക്കുന്നു, നിങ്ങൾക്ക് അറിയാത്തത് അല്ലാഹു പഠിച്ചുണ്ടാക്കുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അന്ന് അവർക്ക് പരിചയമുണ്ടായിരുന്ന വാഹനങ്ങൾ മൃഗങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഷിപ്പ്, വെള്ളത്തിൽ പോകുന്ന ഷിപ്പുകൾ മാത്രമായിരുന്നു. ഇന്ന് എന്തെല്ലാം രീതിയിൽ ഭൂമിയിൽ പോകുന്നതും ആകാശത്തിൽ പറക്കുന്നതുമായ എന്തെല്ലാം വാഹനങ്ങൾ അല്ലേ. പിന്നെ ഫ്യൂച്ചറിൽ ഫ്ലൈറ്റ് പോലും വരുന്നതിന് വേണ്ടി സൂചനകളായിട്ടാണ് അല്ലാഹു ആയത്ത് ഇറക്കിയതെന്ന് വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ സൂറത്ത് നഹ്ലിലെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. സൂറത്ത് നഹ്ലിലെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അവർ അവലം യറൗ ഇലത്വയ്ർ, ആകാശത്തിലേക്ക് നോക്കുന്നില്ല പറക്കുന്ന പക്ഷികളെ, മുസഖറാത്തിൻ ഫിൽ ജൗവ്, അന്തരീക്ഷത്തിൽ നിയന്ത്രിതമായിക്കൊണ്ട് പറന്നു പോകുന്നു എന്ന് അല്ലാഹു തആല വിശദീകരിച്ച ആയത്ത്. അതിനെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല. അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന ആയത്ത് അതിന് വിശദീകരിച്ച പണ്ഡിതന്മാർ അന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ സമ്മതത്തോടു കൂടി അന്തരീക്ഷത്തിൽ പറക്കുന്ന ഫ്ലൈറ്റ് ആയിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ വെച്ചപ്പോൾ പറഞ്ഞത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തുന്ന അല്ലാഹുവേ, അല്ലാഹുവാണ് പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ സഖറ, ആ കീഴ്പ്പെടുത്തുക എന്ന ഒരു വാക്കാണ് ഇവിടെയും അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. അവലം യറൗ ഇലത്വയ്രി മുസഖറാത്തിൻ ഫിൽ ജൗവ്, അന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പക്ഷിയിലേക്ക് അവർ നോക്കുന്നില്ലേ, സ്വന്തം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന പക്ഷിയിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞതിനുള്ള സൂചകമായിരിക്കും എന്നൊക്കെ വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് ഖുർആന്റെ അത്ഭുതങ്ങൾ. അല്ലാഹു തആല പല കാര്യങ്ങളും എന്തെല്ലാം തൊലിക്കപ്പെട്ടിട്ടുണ്ട്. കടലിന്റെ ഉള്ളിലുള്ള ഇരുട്ടിനെ പറ്റി പറഞ്ഞപ്പോ അവിടെയും അത് കൃത്യമായി ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രലോകം നമ്മുടെ കുട്ടിയുണ്ടാകുന്ന ആ ഭ്രൂണ വ്യവസ്ഥയെ പറ്റി കൃത്യമായി വിശദീകരിച്ചത്, പിന്നെ അത് കൃത്യമായി കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും ശാസ്ത്രലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട എത്ര കാര്യങ്ങൾ ഇതൊക്കെ ഖുർആനിന്റെ അത്ഭുതമായി ബാക്കിയാവുകയാണ് സഹോദരങ്ങളെ. അതാണ് ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി പോലും അത്ഭുതപ്പെട്ട ആളുകളുണ്ട് അല്ലെ. മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നുള്ളത് അത് ഇവാലുവേഷൻ തിയറിയിലൂടെ ഉണ്ടായതാണ്. മങ്കനിന്റെ മാനവ എന്ന രീതിയിൽ അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഉണ്ടാകുന്ന ഡാർവിൻ സിദ്ധാന്തം. അതുപോലെ പ്രപഞ്ചം ഉണ്ടായത് ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ് ആകാശങ്ങൾ, ഭൂമികൾ, പിന്നെ ഇതൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ പറയപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെ അല്ലാഹു തആല മറുപടിയായിട്ട് പറഞ്ഞു, മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻത മുത്തഖിദൽ മുദില്ലീന അബുദാ. മാ അശ്ഹദ്തുഹും, അവരെ നാം സാക്ഷിയാക്കിയിട്ടില്ല. ഖൽഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വലാ ഖൽഖ അൻഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിൽ പോലും നാം ഒരാളെയും സാക്ഷിയാക്കിയിട്ടില്ല. വമാ കുൻത മുത്തഖിദൽ മുദില്ലീന അബുദാ, അല്ലാഹു പറഞ്ഞു നാം ഒരാളെയും ഒരു സഹായികളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല എന്നതോത്ര പറയണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത്. കൃത്യമായ അല്ലാഹു തആലയുടെ
പൊട്ടൽവാദങ്ങളെ പൊളിച്ചെഴുതുകയാണ്. ഇതാണ് വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ. എന്തും ബാക്കിയാക്കി നിൽക്കുന്നു. ആ വിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങളിലേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മൾ പഠിച്ച മതിയാകും. ആ പഠിക്കുവാനുള്ള സംവിധാനമാണ് SKSM ഉണ്ടാക്കിയ ലർൻ ഖുർആൻ എന്ന ചെറിയ പുസ്തകങ്ങളിലൂടെ ചില മാസങ്ങളിൽ നമുക്ക് പഠിക്കാൻ വാക്കർത്ഥവും അതിന്റെ ഭാഷാർത്ഥവും ഒക്കെ പഠിച്ചുകൊണ്ടുണ്ടാക്കുവാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയ ചെറിയ പുസ്തകം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. ഇത് പഠിക്കുവാനുള്ള മനസ്സ് കാണിക്കുക. അതിന്റെ സബബും നുസൂലും അർത്ഥവും ആശയവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കറിയുന്ന ഭാഷയിൽ ഇംഗ്ലീഷിലും കന്നഡയിലും പഠിക്കുവാനുള്ള ഒരു വ്യവസ്ഥ. ഖുർആൻ 13ാമത്തെ ഘട്ടം, 12 ഘട്ടം കടന്നുപോയി. ആ ഖുർആൻ പഠിക്കുവാനുള്ള അവസരം അവർ ഒരുക്കി തന്നത് ഉപയോഗപ്പെടുത്തുവാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രചാരത്തിന്റെ ഭാഗമായി പലയിടത്തും ഖുർആനിന്റെ പ്രഭാഷണങ്ങൾ, പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രചാരം ഇൻഷാ അല്ലാഹ് ഇതേ വരുന്ന ഞായറാഴ്ച നന്ദാവർ നടക്കുന്നുണ്ട്. അതിന്റെ ആ പ്രചാരത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പ്രചാരത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായത്തിനും അതിലേക്ക് ക്ഷണിക്കുവാനും വേണ്ടി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ അതായത് ആ പ്രചാരണത്തിന്റെ ഭാഗമാക്കുന്ന രീതിയിൽ സഹായങ്ങൾ കൊടുക്കേണ്ടുന്ന നമ്മുടെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ തനതായ രീതിയിൽ അതിന്റെ അത്ഭുതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പഠിക്കുന്ന പഠിതാക്കളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ. ദുർബലമായ നിമിഷത്തിൽ പൈശാചിക പ്രേരണകൾ അടിമപ്പെട്ടുകൊണ്ട് ചെയ്തുപോയ തെറ്റുകൾ റബ്ബ് നിനക്കറിയാം. അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹു. വിശുദ്ധ ഖുർആൻ അതിന്റെ ആശയം, അതിന്റെ അർത്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഒരുപാട് രോഗികൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നതായി അല്ലാഹുവേ, രോഗങ്ങളെല്ലാം ശമനവും ശിഫവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നാളെ പരലോകത്ത് വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് സ്വർഗം പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരെ കൊടുത്ത് നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന മിനൻ നാർ. റബ്ബനാ ഫഗ്ഫിർ ലനാ ذنوبنا وكفر عنا سيئاتنا توفنا مع الأبرار آمين برحمتك يا رب.